Good afternoon. Today we are going to see what is discipline and punishment. This is the 14th chapter what we have. എന്താണ് discipline, എന്താണ് punishment? These two terms is very familiar with you all. അല്ലേ, നമ്മൾ എന്ത് പറയുമ്പോഴും ഈ രണ്ട് ടേംസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ടിൽ നൗ. അല്ലേ, പണിഷ്മെൻറ്റ്സ് ആർ ഓൾവേസ് ദെയർ വിത്ത് യു. And always discipline എന്ന് പറഞ്ഞ വാക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. And this is not going to end even when you stop your learning process. When you go for a job also, this discipline and punishment always follows you. So discipline എന്ന് പറഞ്ഞാൽ എന്താ? It is a presence of orderliness in any particular field of activity. Clear? ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തൊരു സ്റ്റേജ്, ഒരു ഇറഗുലർ അല്ലാത്തൊരവസ്ഥ, ഡിസോർഡർ ഇല്ലാത്തൊരവസ്ഥ, ഇതിനൊക്കെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയാം. ആ കുട്ടി എന്തോ ഒരു ഡിസിപ്ലിൻഡാണ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ പുവർ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫെയിലിയർ ഓഫ് ഇൻഡിവിജ്വൽ ടു ഒബ്സർവ് ദ റൂൾസ്. സോ ഡിസിപ്ലിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും പറയുക, ഡിസിപ്ലിനുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു വാക്ക് ഓർഡർലിനെസ് ആണ്. ക്ലിയർ? ഓർഡർലിനെസ്. സോ ഓർഡർ എക്സ്പെക്റ്റിംഗ് ഒരു ഓർഡർലിനെസ് പ്രതീക്ഷിക്കണതിനാണ് എല്ലാം ഒരു ഓർഡറായിട്ട് കൊണ്ടുപോവാം. ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് കൺഫ്യൂഷൻ. ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസിപ്ലിനെ പറയാം. സോ ഫോർ ദ എഫക്റ്റീവ് ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എൻ എൻ്റർപ്രൈസ്, ഡിസിപ്ലിൻ ഈസ് വെരി മച്ച് എസെൻഷ്യൽ. ക്ലിയർ? ഇറ്റ് മേ ബി കൺസിഡർ ആസ് എ ഫോഴ്സ് ദാറ്റ് പ്രൊമോട്ട്സ് ഇൻഡിവിജ്വൽ ടു ഒബ്സർവ് ദ റൂൾസ് റെഗുലേഷൻസ്. അപ്പോൾ നമ്മൾ റൂൾസും റെഗുലേഷൻസൊക്കെ കൃത്യമായി പാലിക്കാൻ പറ്റുന്ന രീതിയിലാവണം. ക്ലിയർ? ഒരു സ്ട്രിക്റ്റ് ഒബ്സർവേഷൻ ഓഫ് റൂൾസ് അല്ല വർക്ക് ചെയ്യുക. ഇറ്റ് മീൻസ് വർക്കിംഗ്. കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ടേംസിലാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് മീൻസ് വർക്കിംഗ് ആണ്. വർക്കിംഗ് ഇൻ ആൻഡ് എപ്പോഴും ഭയങ്കര റിജിഡായിട്ട് കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യുന്നവരെ എല്ലാം ഡിസിപ്ലിൻഡ് ആയിട്ട് പറയുക. ഇറ്റ് മീൻസ് വർക്കിംഗ്, കോഓപ്പറേറ്റിംഗ് ആൻഡ് ബിഹേവിങ്. അങ്ങനെയാണ് ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. ഇറ്റ് മീൻസ് വർക്കിംഗ്, കോഓപ്പറേറ്റിംഗ്, സഹകരിക്കുക, ആൻഡ് ബിഹേവിങ്. ഇത് മൂന്നും ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ആൻഡ് ബിഹേവിങ് ഇൻ എ നോർമൽ ആൻഡ് ഓർഡർലി വേ. ക്ലിയർ? അത് നല്ലോണം നോട്ട് ചെയ്യണം. ഇൻ എ നോർമൽ ആൻഡ് ഓർഡർലി വേ as any responsible person would do. But normally what is expected from a responsible person, that if you're doing, we can say that you are disciplined. Yeah. So you can say that discipline is either positive or negative. Positive discipline refers to the willingness of the individual to carry out the instructions. Negative discipline എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ടാണ്. മാനേജ്മെൻറ്റിന് പ്രഷർ എക്സേർട്ട് ചെയ്തിട്ട് പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കണം. രണ്ടും രണ്ടാണ്. ഡിസിപ്ലിൻ ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചില കുട്ടികളെ പറഞ്ഞ് നേരെയാക്കാൻ പറ്റും, ചിലപ്പോൾ ചില കുട്ടികളെ അടിച്ചാലേ നേരെയാക്കുള്ളൂ എന്ന് പറയില്ലേ. രണ്ടും ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. സോ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡിസിപ്ലിൻ ക്യാൻ ബി ദെയർ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സോ എങ്ങനെയാണ് ഒരാളെ കൃത്യമായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റണത്, പണി ചെയ്യിപ്പിക്കാൻ പറ്റണത്? ഇഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അലോൺ ഇസ് ഇനഫ് on the part of management, then that can be told as a positive discipline. But if you want to exert extra pressure or fear or punishment, then a negative discipline is needed in the organization. Clear? ഇനി എന്തൊക്കെയാണ് ഒരു ഡിസിപ്ലിൻ്റെ എസെൻഷ്യൽസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ? എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഡിസിപ്ലിൻ. എസെൻഷ്യൽസ്, നല്ല ഡിസിപ്ലിൻ്റെ എസെൻഷ്യൽസ് ആണ്. ഏറ്റവും ആദ്യത്തെ എസെൻഷ്യൽ എന്താ? പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റൂൾസ്. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റൂൾസ്. റൂൾസിനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാം. ക്ലിയർ? ഏറ്റവും ഫസ്റ്റ് എസെൻഷ്യലാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലത്തെ ഡിസിപ്ലിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് ഈസ് ഫോളോഡ് ഇൻ ദ ഓർഗനൈസേഷൻ ഈസ് ടു ബി സ്ട്രിക്ട്ലി അണ്ടർസ്റ്റുഡ്. ക്ലിയർ? നമ്മൾക്കത് മനസ്സിലായിട്ടില്ല വെച്ചാൽ then they will not be able to follow that well, or the employees will be a failure. So supervisors also should have a proper knowledge. കാരണം എന്നാൽ മാത്രമേ അത് സബോർഡിനേറ്റ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
So knowing and understanding of rules is essential for a disciplinary system. Clear? അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ്? രണ്ടാമത്തെ എസെൻഷ്യൽസ് ആണ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് മിസ്കണ്ടക്ട്. ഡോക്യുമെൻറ്റേഷൻ ഓഫ് മിസ്കണ്ടക്ട്. അതായത് മാനേജേഴ്സിന് പ്രോപ്പർ ഡോക്യുമെൻറ്റഡ് എവിഡൻസ് ഉണ്ടാവണം ഏതെങ്കിലും എംപ്ലോയി മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ. ക്ലിയർ? എന്നാൽ മാത്രമേ മാനേജേഴ്സിന് എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്നും അറിയാതെ അവർ പറയുന്നത് കേട്ടു, ഇവർ പറയുന്നത് കേട്ടു, ഇയാൾക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ട് യു കനോട്ട് ടേക്ക് എ ഫൈനൽ ഡിസിഷൻ. സോ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ മിസ്കണ്ടക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കുറേ കാര്യങ്ങൾ നോക്കണം. എപ്പോഴാണ് സംഭവിച്ചത്, വാട്ട് ഈസ് ദ ലൊക്കേഷൻ ഓഫ് ദ ഇൻസിഡൻറ്റ്, വാട്ട് ഈസ് ദ ടൈം ഓഫ് ദ ഇൻസിഡൻറ്റ്, ക്ലിയർ, വാട്ട് ഈസ് ദ ഫാക്ട്സ് ഓഫ് ദ കേസ്, ഹൗ ദാറ്റ് നെഗറ്റീവ് ബിഹേവിയർ ഹാപ്പൻഡ് ബൈ എംപ്ലോയി, വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ദ മിസ്കണ്ടൻറ്റ്. ക്ലിയർ? എല്ലാ രീതിയിലുള്ള എംപ്ലോയീസ് റിയാക്ഷൻ, ചിലപ്പോൾ എംപ്ലോയി ആയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടോ, കൗൺസിൽ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എംപ്ലോയിയുടെ റിയാക്ഷൻ എന്താ, പിന്നെ ഇതൊക്കെ കൃത്യമായിട്ട് സാഹചര്യം എന്തായിരുന്നു, ഇതൊക്കെ കറക്റ്റായിട്ട് അറിയണം. ഇതും ഒരു ഗുഡ് ഡിസിപ്ലിനറി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് മിസ്കണ്ടക്ട്. എപ്പോഴെങ്കിലും എന്തെങ്കിലും മിസ്കണ്ടക്ട് ഉണ്ടെങ്കിൽ ഓറലി പറഞ്ഞാൽ പോരാ, ദാറ്റ് ഷുഡ് ഹാവ് എൻ എവിഡൻസ്. ക്ലിയർ? ആൻഡ് തേർഡ് വൺ ഇസ് ട്രെയിനിങ് ഓഫ് സബോർഡിനേറ്റ്സ്. ക്ലിയർ? ട്രെയിനിങ് ഓഫ് subordinates. Supervisors and managers should be given proper training so that they understand when and how the discipline should be used. അപ്പോൾ എപ്പോഴും ആദ്യം മുതലേ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത്. ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ഷൻസ് എപ്പോഴും ഹാംഫുള്ളാണ് ഓർഗനൈസേഷനിൽ. സോ സബോർഡിനേറ്റ്സിന് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എപ്പോഴും പിക്ചറിന് കൊടുത്തുകൊണ്ടേയിരിക്കണം. ദാറ്റ് ഷുഡ് ബി ഓൾവേസ് എ ഫോളോ അപ്പ്. എന്നാൽ മാത്രമേ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഔട്ട് ഓഫ് ദം, അവർ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയണം. ആൻഡ് നെക്സ്റ്റ് ഇസ് ക്വിക്ക് ആക്ഷൻ. എപ്പോഴെങ്കിലും വയലേഷൻ ഉണ്ടായ, റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വയലേഷൻ ഉണ്ടായ ക്വിക്ക് ആക്ഷൻ ഉണ്ടാവണം. എൻക്വയറി നടത്തണം. കാരണം പിന്നെ വയലേറ്റ് ചെയ്ത ആൾക്ക് ഒരു ഗിൽറ്റി ഉണ്ടെങ്കിൽ അപ്പം തന്നെ വേണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പണിഷ് ചെയ്യണം, ഇമ്മീഡിയറ്റ് പണിഷ്മെൻറ്റ്. കാരണം പെട്ടെന്ന് നമ്മളൊരു കുറ്റം ചെയ്താൽ അപ്പം ശിക്ഷ കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷമം ഉണ്ടാവുള്ളൂ. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഭാവിയിലേക്ക് കെയർഫുൾ ആവുള്ളൂ. സോ ക്വിക്ക് ആക്ഷൻ ഷുഡ് ബി ദെയർ on any indisciplinary thing what is done by the employee. Clear? And next is properly defined procedure. Quick action മാത്രമല്ല, എന്ത് വന്നാലും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പ്രോപ്പർലി ഡിഫൈൻഡ് ആവണം. ആ പ്രൊസീജിയർ വളരെ ക്ലിയർ ആവണം. പ്രോപ്പർ ഡിഫൈൻഡ് പ്രൊസീജിയർ ഫോർ ടേക്കിംഗ് ഡിസിപ്ലിനറി ആക്ഷൻ. അല്ലാതെ ഒരാൾക്ക് വരുമ്പോൾ ഈ ആക്ഷനാണ്, രണ്ടാമത്തെ ആൾക്ക് വരുമ്പോൾ വേറൊരു ആക്ഷനാണ്, അതല്ല. ഇപ്പോൾ എൻക്വയറി ഉണ്ടാവണം. നമ്മൾക്കറിയാം, കോളേജിലൊരു ഇഷ്യൂ ഉണ്ടായി, ഒരു അടിപിടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും ദർ വിൽ ബി എൻ എൻക്വയറി കമ്മിറ്റി. എൻക്വയറി ഉണ്ടായിട്ട് എന്ത് സർക്കംസ്റ്റാൻസ് ആണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടായത്, എല്ലാ ഫാക്റ്റും ഗ്യാദർ ചെയ്യും. ആരൊക്കെ അവിടെ ഉണ്ടായിരുന്ന വെച്ചാൽ അവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കും. എന്നിട്ട് പിന്നെ ഈ കുറ്റം ചെയ്തിട്ടുള്ള ആളേനെയും വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ളത് കേൾക്കും. എന്നിട്ടൊക്കെയാണ് ഒരു ആക്ഷൻ എടുക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്രോപ്പർലി ഡിഫൈൻഡ് പ്രൊസീജിയർ മസ്റ്റ് ബി ദെയർ ഫോർ എനി ഇൻഡിസിപ്ലിനറി ആക്ഷൻ. ക്ലിയർ? ആൻഡ് ഫൈനലി യു ഹാവ് ഫെയർ ആക്ഷൻ. ഇറ്റ് ഷുഡ് ബി വെരി ഫെയർ, ഷുഡ് നോട്ട് ബി ഇംപാർഷ്യൽ. ഒരിക്കലും ഇംപാർഷ്യൽ ആവരുത്, ഫെയർ ആവണം. ക്ലിയർ? ഫെയർ ആയിട്ടുള്ള ഡീലിംഗ് ആവണം, ഫെയർ ആയിട്ടുള്ള ആക്ഷൻ ആവണം. ഓരോ സമയത്തും ഓരോ ആക്ഷൻ ആവരുത്. ഓൾ വയലേഷൻസ് വെദർ ബിഗ് ഓർ സ്മോൾ ഷുഡ് ബി ടേക്കൺ നോട്ട് ഓഫ്.
കാരണം ഒരു ചെറിയ വയലേഷൻ ഇഗ്നോർ ചെയ്താൽ വേറെ പല കാര്യങ്ങൾക്കും ഒരു ബിഗ് വയലേഷൻ്റെ സാധ്യത ഉണ്ട്. കാരണം ചെറുതൊക്കെ ഒഴിവാക്കുമ്പോൾ എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. അപ്പോൾ ആര് ചെയ്താലും the punishment should be the same. There should not be any partiality. Rules should be the same for every person, and their violations also should also attract the same amount of action. കാരണം റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാണ്, പണിഷ്മെൻറ്റും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ക്ലിയർ? നോബഡി ഷുഡ് ബി ടേക്കൺ ആസ് ഗിൽറ്റി അൺലെസ് അതർവൈസ് പ്രൂവ്ഡ്. അതായത് ആരും കുറ്റക്കാരായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല, പ്രൂവ് ചെയ്താൽ മാത്രമേ കുറ്റക്കാരാവുള്ളൂ. കാരണം അന്വേഷണം അവസാനിച്ച് പ്രൂവ് ചെയ്താൽ മാത്രം. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് യു ഹാവ് disciplinary action to be taken. Action should be taken tactfully. നമുക്ക് തോന്നിയ പോലത്തെ ആക്ഷൻ അല്ല എടുക്കുക, ടാക്ട്ഫുള്ളി ആവണം ഡിസിപ്ലിനറി ആക്ഷൻ. ഒരു സബോർഡിനേറ്റിന് മനസ്സിലാക്കി കൊടുക്കണം അയാളുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റെന്താണ്, അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോണ്. പിന്നെ അയാൾക്ക് ഹി ക്യാൻ ഓൾസോ ബി ടോൾഡ് ഭാവിയിൽ എങ്ങനെയൊക്കെ ഇങ്ങനത്തെ പണിഷ്മെൻറ്റ്സ് ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ മാത്രമേ ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ. കാരണം ആ പേഴ്സണുമായിട്ട് കോണ്ടാക്ട് ചെയ്ത ആളാവണം ആക്ഷൻ എടുക്കേണ്ടവ. ക്ലിയർ? അപ്പോൾ ഡിസിപ്ലിനറി ആക്ഷൻ എന്ത് തന്നെ ആയാലും പബ്ലിക്കലി കൊടുക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്. ക്ലിയർ? കാരണം എല്ലാ കൊലീഗ്സിൻ്റെ മുമ്പിലും വെച്ച് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അയാൾ എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡിലേ മാറ്റം വരും. കാരണം ഭയങ്കര ഒഫൻഡഡ് ആയി പോകും, നമ്മളാകെ നാണം കെട്ടു പോണ ഒരു അവസ്ഥയല്ലേ വരിക. സോ നെവർ യു ഷുഡ് ഇൻസൾട്ട് ദം ഓൺ ദ ബൈ in front of the other employees. അപ്പോൾ always whenever a punishment happens, you should call them, you should speak to them in private, and you should take disciplinary action privately. Clear? And next point is impersonal discipline. ക്ലിയർ? അപ്പോൾ പിന്നെ എഫക്റ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഫോക്കസ് ഓൺ അൺഡിസൈറബിൾ ബിഹേവിയേഴ്സ്. അപ്പോൾ ബിഹേവിയർ മോശമായ ആ ബിഹേവിയറിലാണ് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക, ഒരിക്കലും ആൾക്കാരിലല്ല. സോ എപ്പോഴും ഡിസിപ്ലിനറി ആക്ഷൻ കറക്റ്റീവ് ആവണം, ഒരിക്കലും പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാവരുത്, കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അൺഡിസൈറബിൾ ബിഹേവിയേഴ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താ വെച്ചാൽ ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിസിപ്ലിൻ ഇസ് സെൽഫ് ഡിസിപ്ലിൻ. കാരണം എപ്പോഴും മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എൻകറേജ് ചെയ്യണം, സ്വയം ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഇംപേഴ്സണൽ ഡിസിപ്ലിൻ ആവണം. സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ആൻഡ് ഫൈനലി യു ഹാവ് റിവ്യൂസ് ആൻഡ് സജഷൻസ്, റിവ്യൂസ് ആൻഡ് റിവിഷൻ. ഐ മസ്റ്റ് ടെൽ റിവ്യൂസ് ആൻഡ് റിവിഷൻ ദാറ്റ് അതും ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓർഗനൈസേഷനിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. റിവ്യൂസ് ആൻഡ് റിവിഷൻസ്. ക്ലിയർ? എല്ലാ പോളിസിയും പ്രൊസീജിയറും ഷുഡ് ബി അപ്രൈസ്ഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ടു എൻഷുവർ ദാറ്റ് ദേ ആർ ഇൻ ട്യൂൺ വിത്ത് ദ ചേഞ്ചിങ് ടൈംസ്. അപ്പോൾ എപ്പോഴും കൃത്യമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു പെർട്ടിക്കുലർ റൂള് വയലേറ്റ് ചെയ്യുകയാണ് വെച്ചാൽ പിന്നെ അത് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വയലേഷൻ ഉണ്ടായി എന്നുള്ളതും കൂടി ആലോചിക്കണം. ക്ലിയർ? സോ വി ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് ഡിസിപ്ലിൻ ആൻഡ് പണിഷ്മെൻറ്റ് ആൻഡ് വി ഹാവ് സീൻ വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഡിസിപ്ലിനറി സിസ്റ്റം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ഉണ്ട്, ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഇൻഡിസിപ്ലിൻ. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ആൻഡ് ഫൈനലി യു ഹാവ് 2 more pages. എന്തായാലും ഈ വീക്കിനപ്പുറം പോവില്ല. വിത്ത് ദിസ് വിൽ ഫിനിഷ് ഇറ്റ് ഓഫ് ആൻഡ് വിൽ സ്റ്റാർട്ട് വിത്ത് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.